അങ്കിളിനെ ആന്റിയും ഞാൻ വിളിച്ച് സോറി പറയുന്നുണ്ട്. അതൊന്നും വേണ്ട. വിനയന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അവർക്കൊരാശ്വാസം. അത് നമുക്കൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ദുബായിൽ എനിക്ക് വേണ്ടപ്പെട്ട കുറെ പേരുണ്ട്. അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കാം. അല്ല, വിനയനെ രക്ഷിച്ചുകൊണ്ട് വരണമെന്ന് ചീരുവിന്റെ അച്ഛൻ്റെ ഒക്കെ തീരുമാനമാണോ അനു? അങ്ങനെ ഒരു തീരുമാനമൊന്നും ആരും എടുത്തിട്ടില്ല ചേച്ചി. വിനയന്റെ അമ്മയോടും അങ്കിളിനോടും തോന്നിയ സിമ്പതി കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ അത് പറയാനാ വന്നേന്ന് ആരും വിചാരിക്കണ്ട. എന്നാ പിന്നെ നീ വന്ന കാര്യം പറ. അത് കേട്ടിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. എറണാകുളം വരെ പോകാനുള്ളത് അത്യാവശ്യമായിട്ട്. ഞാൻ നമ്മുടെ അച്ഛന്റെ കാര്യം സംസാരിക്കാനാ ചേച്ചി വന്നത്. ഞാൻ വിചാരിച്ചത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അച്ഛനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വരില്ലെന്നാ. ഞങ്ങൾ ആവുന്നത്ര നിർബന്ധിച്ചതാനോ. പക്ഷേ അമ്മാവനിപ്പോ ഞങ്ങൾ പറയുന്ന കേൾക്കാനുള്ള മനസ്സോലും കാണിക്കുന്നില്ല. അത് ഞാൻ അന്ന് രാത്രി തന്നെ എല്ലാം ചിരുനോട് വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അല്ല, അവളൊന്നും എന്നോട് പറഞ്ഞില്ലേ? അപ്പോ ചീരുവിന്റെ ഫോണ് സ്പീക്കർ മോഡിലായിരുന്നു. ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ നേരിട്ട് തന്നെ കേട്ടു. അതിനു മുമ്പ് തന്നെ അവൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. എല്ലാം. എന്തായാലും പേടിക്കണ്ട. സത്യങ്ങൾ അറിയാവുന്നവരുടെ പട്ടികയിൽ ഞാനും കൂടെ ചേർന്നെന്ന് കരുതിയാൽ മതി. എന്റെ വായിന്ന് ഇതെന്തായാലും മറ്റാരും അറിയില്ല. പക്ഷേ ഒരു കാര്യം, ആദിലിനി ഇതിന്റെ പേരില് അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം. ബാനുമേ, എന്താ ബാനുമേ? ബാനുമേ ഇതൊക്കെ എടുത്ത് എങ്ങോട്ട് പോവാ? മകന്റെ വീട്ടിലേക്ക് പോകണോ അതിനോ? അവനെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലില. അയ്യോ, ബാനുമേ ആരെ അറിയിച്ചത്? മോളുടെ ഫോണിലേക്ക് ആരോ വിളിച്ചപ്പോ ഞാനത് എടുത്തു. എന്റെ മരുമോളാ. നാളെ ചിലപ്പോ അവന്റെ ഹാർട്ട് ഓപ്പറേഷൻ ഉണ്ടാവും. ബാനുമ വേഗം റെഡിയാക്കോ. ഞാനൊന്ന് അവരെ വിളിച്ചു നോക്കട്ടെ. ശരി മോളെ. പിച്ചുമോനെ നോക്കിക്കോണേ. ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാക്കാം. ഞാൻ നോക്കിക്കോളാം. ബാനുമേ, അങ്കിളിനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാ നാളെ തന്നെ ചെയ്യാന്ന് വെച്ചത്. അതുകൊണ്ട് ബാനുമയ്ക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഞാനും കൂടി വരണോ ബാനുമയുടെ? വേണ്ട മോളെ, ഞാൻ പോയിക്കോളാം. ബസ് സ്റ്റാൻഡിൽ പോയാലേ അവിടുന്ന് നേരിട്ടുള്ള ബസ് കിട്ടും. അവിടുന്ന് കുറച്ചങ്ങ് നടക്കാനേ ഉള്ളൂ അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക്. ബാനുമേ കാശ് വെച്ചോ? അയ്യോ, ഇത്രയൊന്നും വേണ്ട മോളെ. എനിക്ക് ബസ്സിനുള്ള കാശ് മാത്രം മതി. കുഴപ്പമില്ല, ഇത് കൈവെക്കേ. എന്തെങ്കിലും ആവശ്യം വരും. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ വിളിച്ച് പോയാൽ മതി. എനിക്ക് സുശീലയുടെ വീട്ടിലൊന്ന് കയറണം. അവിടെ ഒരു ബാഗുണ്ട്, അതും കൂടെ എടുക്കണം. പറ്റിയ ഇന്ദ്രനെ ഒന്ന് കണ്ട് അനു മോനെ ഇവിടെ തനിച്ചാണെന്ന് പറയണം. അവന്റെ ഒരു ശ്രദ്ധയുണ്ടാവുന്നത് നല്ലതല്ലേ മോളെ? അതിനാണെങ്കിൽ ബാനും അങ്ങോട്ട് പോണ്ട. നാളെ പിരിയാൻ പോകുന്ന ആളെയാണോ ബാനും എന്റെ സുരക്ഷ ഏൽപ്പിക്കുന്നത്? എന്നാ ഞാൻ ആകട്ടെ. എന്നിറങ്ങിക്കോ. ശരി മോളെ, പോയിട്ട് വരാം. പോയിട്ട് വാ ബാനുമേ.